അങ്ങനെ കുറെ നാളത്തെ ഗ്യാപ്പിന് ശേഷം ഒരു റീക്രിയേഷൻ വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. ആർമാദിപ്പിൻ ആഹ്ലാദിപ്പിൻ. ലോകേഷ് ഓവർ കുക്കഡ് ആയിട്ട് ചെയ്ത കൂലി എന്റെ രീതിയിൽ കുറച്ച് ലോജിക് ഒക്കെ ഫിക്സ് ചെയ്ത് ഒന്നുകൂടി നന്നാക്കാനായിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിച്ചിട്ടുള്ളത്. വീഡിയോ കുറച്ച് ലെങ്തി ആണ്, സോ 1.5x-ലോ 2x-ലോ ഇട്ട് കാണുക. അപ്പൊ നമുക്ക് ആരംഭിക്കലാമാ. കിങ് പിങ് ലോജിസ്റ്റിക്സ് ആൻഡ് ഹാർബർ കാണിച്ചിട്ടാണ് കഥ തുടങ്ങുന്നത്. 10,000-ഓളം തൊഴിലാളികളുള്ള ഹാർബർ ആണ് അത്. സൈമൺ എന്ന ആളുടെയാണ് ആ കമ്പനി. അയാൾക്ക് വേണ്ടിയിട്ട് ആ ഹാർബർ നോക്കുന്നത് ദയാൽ എന്നയാളാണ്. 10 വർഷമായിട്ട് സൈമണിന് കൂടെയുള്ള ആളാണ് ദയാല്. പുറമെ ഇലക്ട്രോണിക് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ബിസിനസ് ആണെങ്കിലും ഹാർബറിനകത്ത് സസ്പീഷ്യസ് ആയിട്ടുള്ള പല ഇല്ലീഗൽ ബിസിനസ് നടക്കുന്നുണ്ട്. പോലീസ് സൈമണിന്റെ പിന്നാലെ ഉണ്ടെങ്കിലും സൈമണിന്റെയും ദയാലിന്റെയും ഹോൾഡ് കാരണം അവർക്ക് ആ ഹാർബറിൽ എൻട്രി പോലും ഇല്ല. ഇതെല്ലാം 6 മാസമായിട്ട് അവിടെ കൂലിയായിട്ട് വർക്ക് ചെയ്യുന്ന സെൽവൻ ഒരു കത്തിൽ എഴുതുന്നു. അയാൾ ഒരു അണ്ടർ കവർ പോലീസാണ്. സൈമണിന്റെ ഇല്ലീഗൽ ബിസിനസ് അന്വേഷിക്കാനായിട്ട് വന്നയാളാണ് അയാൾ എഴുതിയ കത്തും ഹാർബറിൽ വെച്ചെടുത്ത കുറച്ച് ഫോട്ടോസ് എല്ലാം ഒരു ലെറ്റർ കവറിലാക്കിയിട്ട് തമിഴ്നാട് പോലീസിന് അയക്കാനായിട്ട് ഒരു തപാൽ പെട്ടിയിൽ ഇട്ടിട്ട് ഹാർബറിലേക്ക് അയാൾ ജോലിയിലേക്ക് പോകുന്നത് കാണിക്കുന്നു. അയാളെന്ന് ജോലിക്ക് എത്തിക്കഴിയുമ്പോൾ ദയാൽ എല്ലാ കൂലികളെയും വിളിച്ചു കൂട്ടുന്നു. സെൽവനെ പറ്റി അവരെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു. ഈ സമയം കുറെ കാറുകൾ അവിടേക്ക് വരുന്നു. അതിലൊന്നിൽ നിന്നും സൈമൺ ഇറങ്ങി വരുന്നു. ഇവിടെയാണ് സൈമണിന്റെ ഇൻട്രോ കൊടുത്തിരിക്കുന്നത്. സൈമൺ സെൽവന്റെ മുന്നിൽ ചെന്നിട്ട് ചിരിച്ചുകൊണ്ട് കറുപ്പാടിനെ കിടച്ചാച്ച് ഇനിതാ ആടിനെ അറക്ക പോറേ. അതിനുശേഷം റെസ്ട്രിക്റ്റഡ് സോൺ എന്ന് എഴുതിയ ഒരു സ്ഥലത്ത് ഒരു ക്രെയിനിലായിട്ട് സെൽവനെ തല കീഴായിട്ട് കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നത് കാണിക്കുന്നു. സൈമണിന്റെ കൂലികളുടെ നടുക്കാണ് ഇതെല്ലാം നടക്കുന്നത്. ഈ സമയം സെൽവൻ നേരത്തെ കത്ത് പോസ്റ്റ് ചെയ്ത തപാൽ പെട്ടി സൈമണ് ദയാല് കൊടുക്കുന്നു. സെൽവൻ എന്നെ കൊല്ലല്ലേ, എനിക്ക് പൊണ്ടാട്ടിയും കൊളന്തയൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ ദയാൽ അവനോടായിട്ട് അവരെയൊക്കെ എപ്പോഴേ കൊന്നു കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് ഹാർബറിൽ വെച്ച് സെൽവൻ എടുത്ത ഫോട്ടോസ് ചുരുട്ടി കൂട്ടി സെൽവന്റെ വായിൽ തിരികെ കയറ്റുന്നു. ഈ സമയം വലിയ ലൗഡ് സ്പീക്കർ എടുത്തിട്ട് സൈമൺ അവിടെയുള്ള തൊഴിലാളികളോടായിട്ട് എന്റെ തൊഴിലാളികളാണ് ഈ സാമ്രാജ്യം ഇങ്ങനെ ആക്കി തീർത്തത്, എന്റെ കൂടെ നിന്ന അതെല്ലാവർക്കും നല്ലത്, അതല്ല ഇവനെ പോലെ കറുപ്പാടാവാനാണ് ശ്രമമെങ്കിൽ ഇതായിരിക്കും നിങ്ങളുടെ വിധി, കറുപ്പാടാവണോ വെള്ളാടാവണോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക എന്ന് പറഞ്ഞിട്ട് ആ തപാൽ പെട്ടി വെച്ചിട്ട് സൽവനെ മടുക്കുവോളം തലയിൽ അടിച്ച് കൊല്ലുന്നു. ആ ഹാർബറിൽ ഒരു റെസ്ട്രിക്റ്റഡ് സോൺ ഉണ്ട്. നോർമൽ ജോലികൾ ചെയ്യുന്നവർക്ക് അവിടേക്ക് പ്രവേശനമില്ല. സൈമണും ദയാലിനും അവരുടെ വിശ്വസ്തരായ 100 കൂലികൾക്കും മറ്റു സൂപ്പർവൈസേഴ്സിനും മാത്രമാണ് അവിടേക്ക് പ്രവേശനമുള്ളത്. ആ റെസ്ട്രിക്റ്റഡ് സോണിനകത്താണ് ഈ കൊലപാതകം ഇപ്പോൾ നടന്നത്. കൊലയ്ക്ക് ശേഷം ദയാൽ സൈമണോട് അടുത്ത കൺസൈൻമെന്റ് റെഡി ആണെന്ന് പറഞ്ഞിട്ട് റെസ്ട്രിക്റ്റഡ് സോണിലെ ഒരു ഷെൽട്ടറിലേക്ക് സൈമണെ കൊണ്ടുപോകുന്നു. അവിടെ 10-20 ബോക്സിലായിട്ട് സ്വർണ്ണ വാച്ചുകളും സ്വർണ്ണ ബിസ്ക്കറ്റുകളും ആണ് ഉള്ളത്. അത് കൂലികൾ സീൽ ചെയ്യുന്നുണ്ട്. അതിലൊരു ബോക്സിൽ ഒരു സ്വർണ്ണ ബിസ്ക്കറ്റ് എടുത്തിട്ട് സൈമൺ തന്റെ കണ്ണിന് നേരെ വെച്ച് നോക്കി അട്ടഹസിച്ച് ചിരിക്കുന്നുണ്ട്. ഈ സമയം നമ്മളിവിടെ ടൈറ്റിൽ പ്ലേസ് ചെയ്യുന്നു, കൂലി. പിന്നീട് കാണിക്കുന്നത് ദേവ മാൻഷൻ ആണ്. അവിടേക്ക് 2 പുതിയ കുട്ടികൾ വരുന്നത് കാണിക്കുന്നു. അവിടെ അന്ന് ആ മാൻഷന്റെ ആനിവേഴ്സറി ആണ്. ദേവ മറ്റു സിനിമയിലെ പോലെ മദ്യപാനത്തിന് എതിരൊന്നല്ല. ആനിവേഴ്സറിക്കായിട്ട് മട്ടൻ ബിരിയാണി വെക്കാനായിട്ട് ഇറച്ചി ഇറക്കുന്ന ദേവേനെ കാണിക്കുന്നിടത്താണ് ദേവയുടെ ഇൻട്രോ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ശേഷം ചിക്കുട്ട് സോങ് വരുന്നു. സോങ് കഴിഞ്ഞതും പ്രീതി ആ മാൻഷനകത്തേക്ക് കയറി വരുന്നത് കാണിക്കുന്നു. പ്രീതിയും ദേവയും മാൻഷനിൽ ഇരുന്ന് സംസാരിക്കുകയാണ്. പ്രീതി രാജശേഖരന്റെ മൂത്ത മകളാണെന്നും കഴിഞ്ഞ 5 ദിവസമായിട്ട് ശേഖരനെ കാണാനില്ലെന്നും പ്രീതി ദേവയോട് പറയുന്നു. അച്ഛന്റെ പഴയ പെട്ടി പരിശോധിച്ചപ്പോഴാണ് അച്ഛന്റെ ഡയറി ഞങ്ങൾക്ക് കിട്ടിയത്. അതിന്റെ ഉള്ളിൽ നിങ്ങൾ 2 പേര് നിൽക്കുന്ന ഒരു പഴയ ഫോട്ടോ ഉണ്ടായിരുന്നു. നിങ്ങൾ അച്ഛന്റെ സുഹൃത്താണെന്നും ഈ ഡയറി വായിക്കുന്ന എന്റെ മക്കളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് വരാമെന്നും അതിൽ എഴുതിയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. അച്ഛൻ ഇടയ്ക്കിടെ നിങ്ങളെ കുറിച്ച് പറയാറുണ്ടായിരുന്നോ? കഴിഞ്ഞ ദിവസം അച്ഛൻ നിങ്ങളെ കാണാൻ വന്നപ്പോ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഈ സമയം ദേവൻ ഞെട്ടുന്നു. ശേഖർ എന്നെ കാണാൻ ഇവിടെ വന്നിട്ടില്ലല്ലോ. ഞങ്ങളുടെ വീടിനടുത്തുള്ള ടാക്സി ഡ്രൈവറുടെ കൂടെയാണ് അച്ഛൻ ഇവിടെ വന്നത്. അയാളുടെ ഒപ്പം തന്നെയാണ് ഞാനും ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. അല്ലാതെ നിങ്ങളെ കണ്ടുപിടിക്കാൻ അച്ഛന്റെ പെട്ടിയിൽ ഈ ഒരു ഫോട്ടോ അല്ലാതെ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഈ സമയം ദേവ മാൻഷനിലെ സൂപ്പർവൈസറിനോട് പ്രീതിയുടെ ഫോണിലെ ശേഖറിന്റെ പിക്ക് കാണിച്ചിട്ട് ഇയാൾ ഇവിടെ വന്നിരുന്നു എന്ന് ചോദിക്കുന്നു. ഈ സമയം ആ സൂപ്പർവൈസർ വന്നിരുന്നു, പക്ഷെ അയാൾ വന്നത് അന്നായിരുന്നു, അണ്ണൻ വർഷത്തിൽ ഒരിക്കൽ കുടിക്കുന്ന ദിവസം. നിങ്ങൾ സാധാരണ എല്ലാ വർഷവും ആ ദിവസം കുടിച്ചു പൂസായിരിക്കുമല്ലോ. അത് ഈ വന്നയാളോട് പറഞ്ഞപ്പോ അയാൾ ദേഷ്യപ്പെട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയെന്ന് പറയുന്നു. ഇത് കേട്ട് പ്രീതിക്ക് വിഷമമാകുന്നു. നിങ്ങളുടെ അടുത്തേക്ക് വന്നപ്പോ അച്ഛന് നല്ല സന്തോഷമായിരുന്നു. നിങ്ങൾ 2 പേർക്കും പ്രിയപ്പെട്ട ദിവസമാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് അച്ഛൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷെ തിരിച്ചു വന്നപ്പോ ആ സന്തോഷം അച്ഛൻ ഉണ്ടായിരുന്നില്ല. എത്ര ചോദിച്ചിട്ടും അച്ഛൻ ഒന്നും പറഞ്ഞില്ല. പിറ്റേന്ന് രാത്രി അച്ഛൻ ജോലിക്ക് പോയതാണ്, ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. ഫോണും സ്വിച്ച് ഓഫ് ആണ്. ശേഖർ എന്നെ കാണാൻ ഇവിടെ വന്നു എന്ന് പറയുന്നത് മരുഭൂമിയിൽ മഞ്ഞു വീണു എന്ന് പറയുന്ന പോലെയാണ്. അത്രയും വലിയ വിരോധം അവൻ എന്നോടുണ്ട്. ശേഖരനെ ഞാൻ കണ്ടുപിടിച്ചു തരാം. പക്ഷെ കഴിഞ്ഞ 30 വർഷമായിട്ട് അവൻ എന്താണ് ചെയ്യുന്നതെന്ന് എനിക്കറിയണമെന്ന് ദേവശ്രുതിയോട് പറയുന്നു. അച്ഛൻ ഇലക്ട്രോണിക്സിൽ നല്ല അറിവായിരുന്നു. ഒരു ഇലക്ട്രോണിക് കമ്പനിയിൽ ജോലി ചെയ്തിരുന്നപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ചൊക്കെ ഒരുപാട് മെഷീൻസ് അച്ഛൻ വീട്ടിലേക്ക് ഉണ്ടാക്കുമായിരുന്നു. പിന്നീട് ആ കമ്പനി പൂട്ടിയപ്പോൾ അച്ഛന്റെ ജോലിയും പോയി. പിന്നെ ചെറിയ റിപ്പയറിംഗ് ജോലികളൊക്കെ ചെയ്താണ് അച്ഛൻ ഞങ്ങളെ വളർത്തിയത്. ഞാൻ ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് 3rd ഇയർ ഡ്രോപ്ഡ് ഔട്ട് ആണ്. കാരണം കോളേജിൽ ഫീസ് അടയ്ക്കാൻ കാശില്ല. അങ്ങനെ ഞാനും കൂടെ ജോലിക്ക് പോയാണ് അനിയത്തിമാരെ പഠിപ്പിച്ചത്. ഒരു 4 മാസം മുന്നേ ഞാനും അച്ഛനും കൂടെ ഒരു ഇലക്ട്രിക് ക്രിമേറ്റർ ടേബിൾ ഉണ്ടാക്കിയിരുന്നു. അത് പത്രത്തിലും സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിരുന്നു. പക്ഷെ അതിന് പേറ്റന്റ് ഒന്നും കിട്ടിയില്ല. ഗവൺമെന്റ് അത് ഇല്ലീഗൽ രീതിയിൽ ഉപയോഗിക്കാൻ
സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ട് നശിപ്പിച്ചു കളഞ്ഞു. അച്ഛൻ അതിൽ ഒരുപാട് വിഷമമുണ്ടായിരുന്നു. കാരണം ഞങ്ങളുടെ 5 കൊല്ലത്തെ കഷ്ടപ്പാടായിരുന്നു ആ ക്രിമേറ്റർ. ഈ സംഭവം കഴിഞ്ഞിട്ടാണ് അച്ഛന് ഒരു പോർട്ടിൽ സെക്യൂരിറ്റി ജോലി കിട്ടിയത്. ആദ്യ നാളുകളിൽ ജോലിയുടെ നല്ല ടെൻഷൻ അച്ഛനുണ്ടായിരുന്നു. പിന്നീട് പതിയെ പതിയെ ഹാപ്പി ആയി തുടങ്ങി. അനിയത്തിമാരുടെ ഡ്യൂ ഫീസ് ഒക്കെ അച്ഛൻ അടച്ചു. അച്ഛന്റെ കയ്യിൽ അത്യാവശ്യം പൈസയൊക്കെ വന്നു ചേർന്നു. അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ നമ്മുടെ കഷ്ടപ്പാടൊക്കെ കണ്ടിട്ട് മുതലാളി സഹായിക്കുന്നതാണെന്നാണ് അച്ഛൻ പറഞ്ഞത്. പക്ഷെ കാണാതാവുന്നതിന് മുന്നേ അച്ഛന് പഴയതുപോലെ ടെൻഷനൊക്കെ കൂടി വന്നു. അങ്ങനെ ഒരു ദിവസമാണ് നിങ്ങളെ കാണാനായിട്ട് വന്നത്. ഞാൻ എന്റെ രീതിയിൽ അച്ഛനായിട്ട് ഒരുപാട് അന്വേഷിച്ചു. പോലീസിലും കേസ് കൊടുത്തു. പോലീസ് അന്വേഷിച്ചപ്പോൾ അച്ഛൻ സൈമൺ എന്നൊരാളുടെ ഫോർട്ടിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു. പക്ഷെ പോലീസിന് അങ്ങോട്ട് പോകാൻ എന്തോ പേടിയാണ്. അയാൾ ഏതോ വലിയ ഗ്യാങ്സ്റ്റർ ആണെന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് അച്ഛന്റെ പെട്ടി ഞാൻ പരിശോധിച്ചതും ഞാനിപ്പോ നിങ്ങളുടെ അടുത്ത് എത്തിയതും. ഇത് പറഞ്ഞിട്ട് ശ്രുതി ചെറുതായിട്ടൊന്ന് കരയുന്നുണ്ട്. ഹാർബർ, പണം, ടെൻഷൻ, ക്രിമേറ്റർ. അവ പേരെന്നാ സ്വന്തം? ശ്രുതി, സൈമൺ. അങ്ങനെ ദേവ സൈമണെ പറ്റി അന്വേഷിക്കാനായിട്ട് കിങ് പിങ് ഹാർബറിലേക്ക് പോകുന്നു. 30 വർഷങ്ങൾക്ക് മുന്നേ പൂട്ടിക്കിടന്ന ഈ ഹാർബർ കഴിഞ്ഞ 20 വർഷമായിട്ട് ആക്റ്റീവ് ആണെന്നും എന്തൊക്കെയോ ഇല്ലീഗൽ പരിപാടികൾ അകത്തുണ്ടെന്നും ദേവയ്ക്ക് മനസ്സിലായി. സൈമണിന്റെ മകനായ അർജുൻ അവിടെ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്നും ദേവ മനസ്സിലാക്കുന്നു. കൂടുതൽ അറിയണമെങ്കിൽ ഹാർബറിനകത്ത് കയറിയാലേ സാധിക്കുമെന്ന് ദേവയ്ക്ക് മനസ്സിലായി. പക്ഷെ ദേവയ്ക്ക് വിലങ്ങ് തടിയായത് അയാളുടെ പ്രായമായിരുന്നു. അവിടെ 40 വയസ്സിന് താഴെയുള്ളവരെ മാത്രമാണ് ജോലിക്ക് എടുത്തിരുന്നത്. ദേവയെ അവരെ അകത്ത് കയറ്റിയില്ല. ഈ സമയം അവിടെ 2 പെട്ടി ലോഡുമായിട്ട് പോയ ഒരു കൂലി ക്ഷീണം കാരണം ചെറുതായി ഒന്ന് കൊഴിഞ്ഞു വീഴാൻ പോയപ്പോ ദേവ ഓടിപ്പോയി അയാളെ താങ്ങുകയും അയാളുടെ 2 ലോഡും ദേവ എടുത്ത് തന്റെ ഷോൾഡറിൽ വെച്ചിട്ട് ആ കയറ്റാനുള്ള വണ്ടിയിലേക്ക് ഇറക്കി വെച്ചു. ഇത് കണ്ട ദയാല് പെരിസ് പവർ ആർക്ക് ഉള്ളവരെ സൊല്ല് എന്ന് അവിടെയുള്ള ആളുകളോട് പറയുന്നു. അങ്ങനെ ദേവ അവിടുത്തെ കൂലികളുള്ള ഒരാളായിട്ട് ശേഖരനെ പറ്റി അന്വേഷിച്ചു തുടങ്ങി. ഇടയ്ക്കിടെ ഓരോരുത്തരെ ദയാലും ഗുണ്ടകളും തല്ലി ചതച്ച് റെസ്ട്രിക്റ്റഡ് ഏരിയയിൽ കൊണ്ടുപോകുന്നത് ദേവ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു നാള് ദേവയ്ക്ക് റെസ്ട്രിക്റ്റഡ് ഏരിയയിലേക്ക് എൻട്രി കിട്ടി ഒരു ലോഡ് എടുക്കാനായിട്ട്. ദേവ അവിടെ ചെന്നപ്പോ റെസ്ട്രിക്റ്റഡ് ഏരിയയിൽ ചാർലി ഇട്ട് തല്ലുന്നതും ക്രിമേറ്ററിനെ പറ്റിയും രാജശേഖറും നീയുമല്ലേ അത് ചെയ്തത്, നീ അത് റിപ്പയർ ചെയ്തില്ലെങ്കിൽ നിന്നെയും കൊല്ലും എന്നൊക്കെ പറയുന്നത് ദേവ കേൾക്കുന്നു. അങ്ങനെ ആരും കാണാതെ ദേവ റെസ്ട്രിക്റ്റഡ് ഏരിയയിൽ വീണ്ടും കയറിയിട്ട് ചാർലിനെ മീറ്റ് ചെയ്യുന്നു. രാജശേഖരൻ എന്താ പറ്റിയെന്ന് ചാർലിയോട് ചോദിക്കുമ്പോൾ അവനെ പറ്റി ചോദിക്കാൻ നീ ആരാ എന്ന് ചാർലി തിരിച്ച് ദേവനോട് ചോദിക്കുന്നു. അപ്പോൾ എന്റെ പേര് ദേവ എന്നാണ്, ഞാൻ ശേഖരന്റെ നൻപനാണെന്നും അവൻ എന്താ പറ്റിയതെന്ന് അറിയാൻ വന്നതാണെന്നും ദേവ പറയുമ്പോൾ ചാർലി ഞെട്ടുന്നു. നിന്നെ പറ്റി ശേഖർ എല്ലാം പറഞ്ഞിട്ടുണ്ട്, അവൻ എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ നീ വരുമെന്ന് അവൻ ഒരിക്കലും പറഞ്ഞിരുന്നു. ഇപ്പൊ നീ വന്നിരിക്കുന്നു. ദേവ അവനോട് ശേഖരന് ഇവിടെ എന്തായിരുന്നു ജോലി, നിന്നെ എന്തിനാ ഇവര് തല്ലുന്നത്, അവൻ എന്താ പറ്റിയെന്ന് ദേവ ചോദിക്കുന്നു. ശേഖരന് എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയാം. ഒരു 3 മാസം മുന്നേ ശേഖർ എന്നെ വിളിച്ചിരുന്നു. അവൻ ഈ ഹാർബറിന് പുറത്ത് സൈമണ് വേണ്ടിയിട്ട് ഒരു മെഷീൻ പണിയുകയാണ്. ഹെൽപ്പറായിട്ട് എന്നോടും വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 2 പേരും ചേർന്ന് ആ മെഷീന്റെ പണി പൂർത്തിയാക്കി. അതൊരു ഇലക്ട്രിക് ക്രിമേറ്റർ ആയിരുന്നു. ആ ക്രിമേറ്ററിൽ ദഹിപ്പിക്കാൻ കൊണ്ടുവന്നിരുന്നത് മനുഷ്യരുടെ ഡെഡ് ബോഡീസ് ആയിരുന്നു. ദയാലാണ് അത് ലീഡ് ചെയ്തിരുന്നത്. ആദ്യം ആഴ്ചയിൽ 1-2 ബോഡികൾ മാത്രമാണ് കൊണ്ടുവന്നിരുന്നത്. പിന്നീട് ദിവസം 5-6 ബോഡികൾ വരെ എത്തി തുടങ്ങി. എല്ലാ ബോഡിയും ദയാലിന്റെ ആളുകൾ ആ ഗോഡൌണിൽ എത്തിച്ചേരും. ആ ക്രിമേറ്റർ ശേഖരനും ദയാലിനും മാത്രമാണ് പ്രവർത്തിപ്പിക്കാനായിട്ട് അറിയുള്ളൂ. പക്ഷെ ഓരോ ദിവസവും അതിന് പല പല സർവീസുകൾ വരുന്നതുകൊണ്ട് ശേഖരനെ അവര് ഒഴിവാക്കിയില്ല. അതുപോലെ ശേഖരനെ കാണാതായ അന്ന് രാത്രി ഞാൻ ആ ഗോഡൌണിൽ ചെന്നു. പക്ഷെ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. സാധാരണ ദയാലിന്റെ ആളുകൾ അവിടെ കാവലുണ്ടാവാറുള്ളതാണ്. ചാർലി പറയുന്ന ഈ നരേഷനിടയിൽ ജംകട്ട് സീൻസ് ആയിട്ട് ഈ കാര്യങ്ങളെല്ലാം കാണിച്ചു പോകുന്നുണ്ട്. ദേവ ചാർലിയോട് ശേഖർ വെറും പണത്തിന് വേണ്ടിയിട്ട് ഇതെല്ലാം ചെയ്തെന്ന് എനിക്ക് വിശ്വസിക്കാനാകുന്നില്ല. ശേഖർ അതിന് പണത്തിന് വേണ്ടിയല്ല ഇതെല്ലാം ചെയ്തത്. ശേഖരന്റെ 2ാമത്തെ മകൾക്ക് ഒരു അഫെയർ ഉണ്ടായിരുന്നു. ദയാൽ ആ പയ്യനെ ഭീഷണിപ്പെടുത്തിയിട്ട് ശേഖരന്റെ മകളുടെ കുറച്ച് ന്യൂഡ് വീഡിയോസ് എടുപ്പിച്ചിരുന്നു. അത് പബ്ലിക് ആക്കുമെന്ന് പറഞ്ഞിട്ടാണ് ദയാൽ ശേഖരനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ചിരുന്നത്. വീഡിയോസ് കൊടുത്തതിന് പകരമായിട്ട് ദയാൽ ആ പയ്യന് പൈസ കൊടുത്തപ്പോ അവൻ അവളെ ഇട്ടിട്ട് പോയി. അതിന്റെ ഡിപ്രഷനില് അവൾ സൂയിസൈഡ് ചെയ്യാൻ നോക്കി. അത് ശേഖരനെ ഒരുപാട് പേടിപ്പിച്ചു. പക്ഷെ ഭാഗ്യത്തിന് ആ കുട്ടി രക്ഷപ്പെട്ടു. അതിനാൽ തന്നെ ഇതൊന്നും അവൻ അവന്റെ മക്കളോട് പറഞ്ഞിട്ടില്ല. ബോഡി ദഹിപ്പിക്കുന്നതിന് ദയാൽ ശേഖരന് നല്ല ക്യാഷ് കൊടുക്കുമായിരുന്നു. ആദ്യം കുറ്റബോധത്തോടെയാണ് ആ ക്യാഷ് ഞങ്ങൾ വാങ്ങിയിരുന്നെങ്കിലും പിന്നീട് ഞങ്ങളുടെ പ്രശ്നങ്ങൾ മാറി തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ കുറ്റബോധം എല്ലാം മാറി തുടങ്ങി. പക്ഷെ ശേഖർ ഭയങ്കര കണ്ണിങ് ആയിരുന്നു. അവൻ എന്തൊക്കെയോ രഹസ്യങ്ങൾ അറിഞ്ഞിരുന്നു. അതെങ്ങനെ നിനക്കറിയാം? ശേഖരനെ കാണാതാവുന്നതിന് തലേ ദിവസം ബോഡികൾ ദഹിപ്പിച്ചതിന് ശേഷം അവൻ ആ ക്രിമേറ്റർ ഡിസ്മാൻഡിൽ ചെയ്തിരുന്നു. ഇനി ആ യന്ത്രം പ്രവർത്തിപ്പിക്കാൻ അറിയാവുന്ന ഒരാൾ വന്നാൽ പോലും ആ മെഷീൻ പഴയ പോലെ ആക്കിയെടുക്കണം. അത് ശേഖരന്റെ ഇൻവെൻഷൻ ആണ്. അതിന് അവന് മാത്രമേ സാധിക്കൂ. എന്നെ കൊണ്ട് അതിന് പറ്റുമെന്ന് കരുതി ഇത്രയും ദിവസം ഇവരെന്നെ ആ ഗോഡൌണിലിട്ട് ആ മെഷീൻ റീവർക്ക് ചെയ്യിപ്പിക്കുകയായിരുന്നു. ഇപ്പൊ അവർക്ക് മനസ്സിലായി അത് എന്നെ കൊണ്ടാവില്ലെന്ന്. ഇങ്ങനെ ചാർലി പറയുന്ന നരേഷൻ ഡയലോഗ്സിനിടയിൽ ജംകട്ട് സീൻസ് ആയിട്ട് ഈ കാര്യങ്ങളും കൂടെ കാണിച്ചു പോകുന്നുണ്ട്. ഈ സമയം ദേവ ചാർലിയോട് എനിക്കൊരു കാര്യം ഉറപ്പായി, ശേഖരന് എന്തോ അത്യാഹിതം സംഭവിച്ചിട്ടുണ്ട്. അവൻ അറിഞ്ഞ ആ രഹസ്യം തന്നെയായിരിക്കണം ഇതിന് പിന്നിൽ. അവൻ ജീവനോടുണ്ടെങ്കിൽ ആ മെഷീൻ അവനെ കൊണ്ട് തന്നെ റീവർക്ക് ചെയ്യിപ്പിച്ചാൽ പോരെ. അവനെ തൊട്ടവന്മാരെ ഒന്നും ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞിട്ട് ദേവ അവിടെ നിന്ന് പോകുന്നു. ഈ സമയം ദേവ റെസ്ട്രിക്റ്റഡ് ഏരിയയുടെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ ഹാർബറിൽ ദേവ കാണുന്നത് വലിയൊരു പാർട്ടിയാണ്. ഇവിടെയാണ് മോണിക്ക സോങ് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ആ പാട്ടെല്ലാം കഴിഞ്ഞ് അന്ന് രാത്രി ദയാൽ ഒരു കണ്ടെയ്നറിന്റെ മീതെ കിടക്കുമ്പോൾ ദയാലിന്റെ കൂട്ടാളി ഒരു ഫോണിൽ ഒരു വീഡിയോ കാണിക്കുന്നു. അതൊരു യൂട്യൂബ് വ്ളോഗാണ്. ശേഖറും പ്രീതിയും കൂടെ ആദ്യം പേറ്റന്റ് കിട്ടാതെ പോയ ക്രിമേറ്റർ കണ്ടുപിടിച്ചപ്പോൾ എടുത്ത വീഡിയോ ആണത്. അതിൽ ഈ മെഷീൻ 50% എന്റെ ഐഡിയയും ബാക്കി 50% മോളുടെ ഇൻവെൻഷനും ആണെന്ന് കാണിക്കുന്ന ഭാഗം കണ്ടിട്ട് ദയാൽ ചിരിക്കുന്നു. ആ വീഡിയോ കിട്ടിയ സന്തോഷത്തിൽ ദയാൽ പോക്കറ്റിൽ ഒരു ഗോൾഡൻ വാച്ച് ആ കൂലിക്ക് എടുത്ത് കൊടുക്കുന്നു. എന്നിട്ട് ദയാൽ പെട്ടെന്ന് ആരെയോ ഫോണിൽ വിളിച്ചിട്ട് മെഷീൻ റീസ്റ്റോർ ചെയ്യാൻ പറ്റിയ ആളെ
കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അട്ടഹസിച്ച് ചിരിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ശ്രുതി ജോലി കഴിഞ്ഞ് രാത്രി വീട്ടിലേക്ക് പോകുന്നതാണ്. ദയാലിന്റെ ഗുണ്ടാ ഗ്യാങ് അവളെ പിന്തുടരുന്നുണ്ട്. ഇതേ സമയം ഐ ആം ഇൻ ഡേഞ്ചർ എന്ന് പറഞ്ഞ് ദേവയ്ക്ക് ശ്രുതി ഒരു മെസ്സേജും ലൈവ് ലൊക്കേഷനും അയച്ചു കൊടുക്കുന്നുണ്ട്. ആ മെസ്സേജ് അയക്കുന്നത് ദയാലിന്റെ ഗ്യാങ് കാണുന്നില്ല. അവരപ്പോൾ തന്നെ ശ്രുതിനെ തട്ടിക്കൊണ്ടുപോകുന്നു. പിന്നീട് കാണിക്കുന്നത് ശേഖർ ക്രിമേറ്റർ ഉണ്ടാക്കിയ ഫാക്ടറിയാണ്. അവിടെ ചാർലിയും ഉണ്ട്. മുത്തുവും ഗ്യാങ്ങും പ്രീതിയെ അവിടേക്ക് കൊണ്ടുവരുന്നു. ദയാൽ അവിടെ ഒരു കസേരയിൽ ഇരിക്കുന്നുണ്ട്. നീയും നിന്റെ അപ്പനും കൂടി കണ്ടുപിടിച്ച ക്രിമേറ്ററിന്റെ വലിയ വേർഷനാണത്. ആവശ്യത്തിന് ക്യാഷ് ഞാൻ കൊടുത്തതാ. അപ്പോഴാണ് നിന്റെ അപ്പൻ എന്നെ പറ്റി ഓരോന്ന് അന്വേഷിച്ച് എന്നെ കൊടുക്കാൻ നോക്കിയത്. പോരാത്തതിന് മിഷൻ ഡിസ്മാൻഡിലും ചെയ്ത് കളഞ്ഞു. പിന്നെ നിന്റെ അപ്പനെ ഞാൻ വെറുതെ വിടുവോ? ഞാൻ അവനെ അങ്ങ് കൊന്ന് എന്നിട്ട് ബോഡി കടലിൽ താഴ്ത്തി. അത് കേട്ട് ചാർലിയും ശ്രുതിയും ഞെട്ടുന്നു. ശ്രുതി കരയാൻ തുടങ്ങുന്നു. അപ്പോൾ തന്നെ ദയാൽ പ്രീതിക്ക് അനിയത്തിയുടെ ന്യൂഡ് വീഡിയോ അവൾക്ക് കാണിച്ചു കൊടുക്കുന്നു. ഇത് വെച്ചാണ് നിന്റെ അപ്പനെ കൊണ്ട് ഇതെല്ലാം പണിയിച്ചത്. ഇനി നിനക്ക് ഞാൻ 2 ഓപ്ഷൻ തരാം. ഒന്നല്ലെങ്കിൽ നിന്റെ അപ്പന്റെ ഈ മെഷീൻ നിങ്ങൾ 2 പേരും കൂടി ചേർന്ന് റിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ അനിയത്തിയുടെ ഈ വീഡിയോ നെറ്റിൽ കണ്ട് 3 പേരും പോയി തൂങ്ങി ചാവുക. ഇത് പറഞ്ഞിട്ട് ദയാൽ അവിടുന്ന് പോകുന്നു. ഈ സമയം മുത്തു പ്രീതിനോട് പോയിട്ട് ആ മെഷീൻ നോക്കാൻ പറയുമ്പോൾ അവൾ പറ്റില്ലെന്ന് പറയുന്നു. അപ്പോൾ മുത്തു ചാർലിയെ അടിക്കുന്നു. എന്നിട്ട് മുത്തു നീ ഓരോ തവണ പറ്റില്ലെന്ന് പറയുമ്പോഴും തല്ല് കിട്ടുന്നത് ഈ പരട്ടക്കിളവനായിരിക്കും എന്ന് പറയുന്നു. ഇതെല്ലാം കണ്ടിട്ട് പ്രീതി കരയുമ്പോൾ പുറത്തൊരു RX-100ന്റെ ശബ്ദം. മുത്തു ഒരു ഗുണ്ടയോട് പുറത്ത് ആരാണെന്ന് നോക്കാൻ പറയുമ്പോൾ ഒരു ഗുണ്ട പുറത്തേക്ക് പോയി നോക്കുന്നു. ആ ഗുണ്ടയും ചവിട്ടി പറപ്പിച്ച് ദേവ അവിടേക്ക് കയറി വരുന്നു. പിന്നീട് ദേവ അവിടെ ഇട്ട് എല്ലാത്തിനെയും ചവിട്ടി കൂട്ടുന്നു. കത്തിയും വാളുകളും വെച്ചുള്ള മാരക ഫൈറ്റിൽ മുത്തുവിനെയും ദേവ അവസാനം വീഴ്ത്തുന്നുണ്ട്. ദേവയെ കണ്ട് പേടിച്ചിരിക്കുന്ന മുത്തുവിനോട് ദേവ ശേഖരൻ എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ മുത്തു എല്ലാം പറയുന്നു. സൈമൺ അറിയാതെ ദയാലിന് കൂറുള്ള കുറച്ച് കൂലികളുമായിട്ട് ചേർന്ന് ദയാൽ ഓർഗൻ ട്രാഫിക്കിംഗ് ബിസിനസ് ചെയ്തിരുന്നു. ഓരോ ആഴ്ചയിലും ഓരോ കൂലികളെ കൊന്നാണ് ദയാൽ ഓർഗൻസ് കടത്തിയിരുന്നത്. അവൻ ആളുകളെ എങ്ങനെയാണ് കൊല്ലുന്നതെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഹാർബറിൽ ആരോ അവന് സഹായത്തിനുണ്ട്. ഇങ്ങനെ കൊന്ന ബോഡികൾ ദയാൽ കടലിൽ താത്തും. കൂലികളെ കൊല്ലുന്ന എണ്ണം കൂടിയപ്പോൾ ഒരു ദിവസം തീരത്ത് ഒരു കൂലിയുടെ ശവം. ഇത് സൈമൺ അറിഞ്ഞ് ദയാലിനോട് ചോദിച്ചെങ്കിലും ദയാൽ അത് പറഞ്ഞു ഒതുക്കി. കാരണം കൂലികൾ ഉപദ്രവിക്കുന്നത് സൈമൺ അറിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാവും. മാത്രമല്ല കൂടെ നിന്ന് ചതിക്കുന്നവരെ സൈമൺ വെറുതെ വിടില്ല. അങ്ങനെ ബോഡി ഒരിക്കലും പുറത്തു വരാത്ത രീതിയിൽ ഇല്ലാതാക്കാനായിട്ട് ചിന്തിച്ചിരുന്നപ്പോഴാണ് രാജശേഖരന്റെ ക്രിമേറ്ററിനെ പറ്റിയിട്ട് ദയാൽ അറിയുന്നത്. ആദ്യം പണം കൊടുത്ത് കൺവിൻസ് ആക്കാൻ നോക്കിയെങ്കിലും ശേഖർ അതിന് സമ്മതിച്ചില്ല. പിന്നീട് ശേഖരന്റെ മകളുടെ വീഡിയോസ് വെച്ചിട്ട് അവനെ കൊണ്ട് അത് സമ്മതിപ്പിച്ചു. അങ്ങനെ ഈ ബിസിനസ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു. നിങ്ങൾ ശേഖരൻ എന്താണ് ചെയ്തതെന്ന് ദേവ ചോദിക്കുന്നു. സൈമണെ വഞ്ചിച്ചാണ് ദയാൽ ഇതെല്ലാം ചെയ്യുന്നതെന്ന് ശേഖർ മനസ്സിലാക്കിയിരുന്നു. ശേഖർ ഇതെല്ലാം സൈമണെയും പോലീസിനെയും അറിയിക്കാൻ നോക്കി. പോലീസിനെ അറിയിച്ചാൽ പോലും കുഴപ്പമില്ല. പക്ഷെ അവൻ ഇത് സൈമൺ അറിയിക്കാൻ നോക്കി. അതുകൊണ്ടാണ് ദയാൽ അവനെ കൊന്നതെന്ന് പറയുന്നതായിട്ട് ദേവ ഞെട്ടുന്നു. പ്രീതിയും കരയുന്നു. പക്ഷെ ശേഖർ മരിച്ചതിന് ശേഷം ദയാൽ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാൻ നോക്കുമ്പോഴാണ് ശേഖർ അത് ഡിസ്മാൻഡിൽ ചെയ്തെന്ന് മനസ്സിലായത്. ഒരുപാട് പേരെ കൊണ്ട് അത് റീവർക്ക് ചെയ്യിപ്പിക്കാൻ നോക്കിയെങ്കിലും സെറ്റായില്ല. അപ്പോഴാണ് ഇവളും കൂടി ചേർന്നാണ് ആ മെഷീൻ ഉണ്ടാക്കിയതെന്ന് മനസ്സിലാവുന്നതും അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നതും. എന്നെ വെറുതെ വിട്, ദയാലാണ് എല്ലാത്തിനും പിന്നിലെന്നും മുത്തു പറയുന്നു. ശേഖർ എന്റെ ഉയർന്ന നൻപനാണ്. അവന്റെ മക്കള് എന്റെയും മക്കളാണ്. അവരെ ഉപദ്രവിച്ച ഒരൊറ്റൊരുത്തിനെയും വെറുതെ വിടില്ലെന്ന് പറഞ്ഞിട്ട് ദേവ മുത്തുവിനെ അവിടെ ഇട്ട് തീർക്കുന്നു. ഇത് കണ്ടു നിൽക്കുന്ന ശ്രുതി ആകെ പേടിച്ചിരിക്കുകയാണ്. നിങ്ങൾ ശരിക്കും ആരാ? ആളുകളെ കൊല്ലുമ്പോൾ നിങ്ങളുടെ കൈ വിറയ്ക്കുന്ന പോലുമില്ല. അതിനർത്ഥം നിങ്ങൾ മുന്നും ആളുകളെ കൊന്നിട്ടുണ്ടെന്നല്ലേ? പ്രീതി ദേവയോട് ഇത് പറയുമ്പോൾ മുഖത്തെ ചോര തുടച്ചു മാറ്റി ദേവ പ്രീതിനോട് 30 വർഷത്തിന് മുന്നേ നിന്റെ അച്ഛൻ കാരണമാണ് ഞാൻ ഇതെല്ലാം നിർത്തിയത്. ഇപ്പൊ നിന്റെ അച്ഛൻ കാരണം വീണ്ടും തുടങ്ങിയിരിക്കുന്നു. ഒരുത്തനെയും ഞാൻ വിടില്ല. നിന്നെ കൊണ്ടുപോകാനായിട്ട് എന്റെ ആളുകൾ ഇപ്പൊ ഇവിടെ എത്തും. എന്നിട്ട് ചാർലിനെ നോക്കി ചാർലി അതുവരെ ഇവക്ക് കൂട്ടിയിരിക്കണം. എനിക്ക് കുറച്ചുകൂടി പണി ബാക്കിയുണ്ടെന്ന് പറഞ്ഞിട്ട് ദേവ അവിടുന്ന് പോകുന്നു. ഈ സമയം ദയാൽ ഹാർബറിലെ ഒരു റൂമിൽ മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ മുത്തുവിനെ വിളിക്കുന്നു. പക്ഷെ മുത്തു ഫോൺ എടുക്കുന്നില്ല. ഈ സമയം ദയാൽ മുത്തുവിന്റെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് ആളുകളെയും വിളിച്ചു നോക്കുന്നുണ്ട്. പക്ഷെ അവരാരും ഫോൺ എടുക്കുന്നില്ല. ഇവന്മാരൊക്കെ ആ പെണ്ണിനെ തിന്നുവാണെന്നാ തോന്നുന്നത് എന്ന് പറഞ്ഞിട്ട് ഫോണിൽ അവിടുത്തെ CCTV ക്യാമറ ഓൺ ആക്കി നോക്കുമ്പോൾ എല്ലാവരും ചത്തു കിടക്കുന്നത് കാണുന്നു. ആരാ ഇത് ചെയ്തതെന്ന് റീവൈൻഡ് ചെയ്ത് നോക്കുമ്പോൾ ദേവയാണെന്ന് ദയാലിന് മനസ്സിലാവുന്നു. ഈ സമയം ഹാർബറിൽ പതിവില്ലാതെ ഒരു പഴയ പാട്ട് കേൾക്കുന്നു. വാവ പക്കമ്പ എന്ന പാട്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ദയാൽ ചെന്ന് അവന്റെ ആളുകളോട് അതെന്താണെന്ന് നോക്കാൻ പറഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് അവൻ കുടിച്ച് കുപ്പി ആ റൂമിൽ നോക്കുമ്പോൾ അതവിടെ കാണുന്നില്ല. പെട്ടെന്നൊരു ഡോറ് പൊളിച്ച് ദയാലിന്റെ ഒരു ഗുണ്ട പറന്നു വീഴുന്നു. ഒരു കുപ്പി മദ്യവും കുടിച്ച് ആ പൊളിഞ്ഞ വാതിലിനിടയിലൂടെ ദേവ കയറി വരികയാണ്. ദേവയെ കണ്ടതും ദയാലൊന്നും ഞെട്ടുന്നുണ്ട്. ഈ സമയം ദയാലിന്റെ 1-2 ആളുകളൂടെ അവിടേക്ക് വരുമ്പോ ദേവ അവന്മാരെ അടിച്ചിടുന്നു. ഡേയ് നീ എതുക്കടാ ഇങ്ങ വന്നേ? നീ എങ്ങനെ ഇവിടുന്ന് തിരിച്ചു പോകുകയെന്ന് ചിരിയോടെ ദയാല് ചോദിക്കുന്നു. രാജശേഖരൻ ഫ്രണ്ട്, നീ അവനെ കൊന്നിട്ടെ. അവനക്കാകെ താൻ ഞാൻ ഇങ്ങ തിരുമ്പി വന്നേ. അവനെ കൊന്ന ഉന്നെ ഞാൻ കൊല്ലാമ വിടമാട്ടൻ എന്ന് പറഞ്ഞ് ദേവ ദയാലിനെ ഇടിക്കുന്നു. ഈ സമയം ദയാലിന്റെ ഗുണ്ടകളും ദേവയ്ക്ക് നേരെ വരുന്നുണ്ട്. അവർ ദേവയെ കൂട്ടമായി പിടിച്ചു വെക്കുമ്പോൾ ദയാൽ ചിരിച്ചുകൊണ്ട് ഇതുപോലെ നിന്റെ നൻപന്റെ ചങ്കിനിടിച്ചാണ് ഞാൻ അവനെ കൊന്നത്. അതിനു മുന്നേ 30 വർഷമായിട്ട് ഒരുത്തിനെ ഓഫ്ലൈനിൽ വെച്ചിട്ടുണ്ടെന്ന് അവൻ പറഞ്ഞിരുന്നു. അത് നീയാണല്ലേ? അവൻ എന്തെങ്കിലും പറ്റിയാ അത് ചോദിക്കാൻ വരുമെന്ന് പറഞ്ഞ ഫ്രണ്ട് നീയാണോ എന്ന് ചോദിച്ചിട്ട് ദേവയെ ദയാല് ചങ്കിനിടിക്കാൻ പോകുമ്പോൾ ദേവ തന്നെ പിടിച്ചു വെച്ച എല്ലാത്തിനെയും ഇടിച്ചിടുന്നു. ദയാല് ശേഖരന്റെ അവസാന നിമിഷത്തെ കുറിച്ച് പറയുമ്പോൾ ആ ഭാഗങ്ങൾ ഫ്ലാഷ് കട്ട് സീൻസ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അവസാനം ദേവ ദയാലിനെ അടിച്ചിട്ട് വാളെടുത്ത് ദയാലിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ 30 വർഷമായിട്ട് ഒരുത്തിന് ഓഫ്ലൈനിൽ വെച്ചിട്ടുണ്ട്, എനിക്കായി അവൻ വരുമെന്ന് ശേഖർ മരണത്തിന് മുന്നേ ദയാലിനോട് പറഞ്ഞത് ദയാൽ ഓർക്കുന്നു. പെട്ടെന്ന് കുറെ ആളുകൾ അകത്തേക്ക് കയറി വന്ന് ദേവയെ പിടികൂടുന്നു. ഈ സമയം ആ മുറിക്കകത്തേക്ക് സൈമൺ കയറി വരുന്നു. സൈമണെ കണ്ടതും ദയാല് വേഗം എണീറ്റ് അണ്ണാ നമ്മുടെ ഹാർബറിൽ കയറിയ അണ്ടർ കവർ പോലീസാണ് ഇവൻ, അവനെ കൊല്ല് എന്ന് ദേവേനെ നോക്കി
നോക്കി പറയുന്നു. ഈ സമയം സൈമൺ ദേവയെ നോക്കുമ്പോൾ സൈമണിന്റെ മനസ്സിൽ എന്തൊക്കെയോ മിന്നിമാഞ്ഞു പോകുന്നുണ്ട്. സൈമൺ പെട്ടെന്ന് ദേവേനെ നോക്കിച്ചിരിക്കുന്നു. ദേവരാജ്, കൂലി നമ്പർ 5821. ദേവയുടെ കയ്യിലെ ചോരയിൽ കുളിച്ചിരിക്കുന്ന വാൾ നോക്കി സൈമൺ വീണ്ടും ദേവേനോട്, നീ വീണ്ടും എല്ലാം ആരംഭിച്ചോ? ഞാൻ നിന്നെ നശിപ്പിക്കാൻ വന്നതല്ല, എന്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. ഇവനാണ് അവനെ കൊന്നതെന്ന് ദേവ ദയാലിനെ നോക്കി ചൂണ്ടിക്കാണിച്ച് സൈമണോട് പറയുമ്പോ ദയാല്, ഇല്ലണ്ണ പോയി താൻ, ഇവൻ താൻ, അവൻ പോലീസ് താൻ, അവനെ മുടിച്ചിട് എന്ന് പറയുമ്പോ സൈമൺ മുടിച്ചിടലാമ എന്ന് പറഞ്ഞ് പെട്ടെന്ന് ദേവയുടെ കയ്യിലെ വാള് പിടിച്ചു വാങ്ങി ദയാലിന്റെ വയറ്റിൽ കുത്തിയിറക്കുന്നു. എന്നിട്ട് സൈമൺ ദയാലിനോട്, ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് നമ്പിക്കയെ ദ്രോഹം ഞാൻ ക്ഷമിക്കില്ലാന്ന്. അത് പോരാതെ നീ എന്റെ കൂലികളെയും തൊട്ടു, അത് ഞാൻ ഒട്ടും ക്ഷമിക്കില്ല. നിന്നെ മാത്രമല്ല നിന്റെ ഒപ്പം ഉണ്ടായിരുന്ന ഓരോ ചതിയന്മാരെയും ഞാൻ എന്റെ കൈ കൊണ്ട് തന്നെ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് ദയാലിനെ സൈമൺ വീണ്ടും കുത്തി കൊല്ലുന്നു. എന്നിട്ട് സൈമൺ ദേവേനെ നോക്കിയിട്ട്, നീ എന്ത് ധൈര്യത്തിൽ ഇത്രയും വർഷത്തിന് ശേഷം വീണ്ടും ഇവിടെ വന്നത്? അതും ഒറ്റയ്ക്ക്. കഴിഞ്ഞ 20 വർഷമായിട്ട് ഞാൻ ഉണ്ടാക്കിയെടുത്ത എന്റെ സാമ്രാജ്യമാണിത്. നിന്നെക്കാൾ വലിയവരെ ഞാൻ കണ്ടു, ഈ കൈ കൊണ്ട് കൊന്നു. അതിനിടയിൽ നിന്നെ പറ്റിയൊന്നും ഞാൻ ഓർത്തതേ ഇല്ല. അതുകൊണ്ടാണ് നീയൊക്കെ ഇപ്പോഴും ജീവനോട് ഇരിക്കുന്നത്. നീ വലിയ ഭാഷയല്ലേ, ഇപ്പൊ കൊഞ്ചം അങ്കപ്പാറ്. ആ മുറിയുടെ പുറത്തേക്കുള്ള വാതിൽ കാണിക്കുന്നു. ആ ഡോർ വഴി നീ എങ്ങനെ പുറത്തു പോകുമെന്ന് എനിക്കൊന്ന് കാണണം. ഇത് സൈമൺ ദേവനോട് പറയുമ്പോൾ സൈമണ് ഒരു കോള് വരുന്നു. മകൻ അർജുന്റെ വീഡിയോ കോൾ ആണ്. സൈമൺ അത് അറ്റൻഡ് ചെയ്യുന്നു. ആ കോള് ചെയ്യുന്നത് സൈമൺ അറിയില്ലാത്ത ആളാണ്. സൈമൺ അവനോടായിട്ട്, ഡേയ് യാർനാ നീ, അർജുൻ എങ്കയെന്ന് അവനോട് ചോദിക്കുമ്പോൾ ദേവ പെട്ടെന്ന് അവ ആളുതാ എന്ന് പറഞ്ഞിട്ട് ചിരിക്കുന്നു. ഈ സമയം സൈമൺ ദേവയുടെ അടുത്തോട്ട് ചെന്നിട്ട്, ഡേയ് എന്റെ മകൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ദേവ സൈമന്റെ കയ്യിലിരിക്കുന്ന ഫോണിൽ നോക്കി കൊഞ്ചമങ്ക പാറ് കണ്ണ എന്ന് പറയുന്നു. സൈമൺ പെട്ടെന്ന് ഫോണിൽ നോക്കുമ്പോൾ അയാൾ ആ ക്യാമറ തിരിച്ച് അർജുനെ അവിടെ മുട്ടുകുത്തിച്ച് നിർത്തി ഒരാള് അർജുന്റെ പുറകിൽ നിന്നുകൊണ്ട് അർജുന്റെ കഴുത്തിൽ കത്തി വെച്ചിരിക്കുന്നത് കാണിക്കുന്നു. അവന്റെ അടുത്ത് വേറെ കുറച്ച് ആളുകളും അർജുന്റെ കാറും എല്ലാം കിടക്കുന്നുണ്ട്. കത്തി വെച്ചിരിക്കുന്ന ആളുടെ ചുണ്ടിൽ ഒരു ബീഡിയും ഉണ്ട്. അവന്റെ ഫേസ് അവിടെ റിവീൽ ചെയ്യുമ്പോൾ സൈമൺ പെട്ടെന്ന് കാളീഷ എന്ന അത്ഭുതത്തോടെ പറയുന്നുണ്ട്. ഇവിടെയാണ് കാളീഷയുടെ ഇൻട്രോ. കാളീഷയുടെ കൂടെ നിൽക്കുന്ന എല്ലാവരെയും നമ്മളിപ്പോ റിവീൽ ചെയ്യുകയാണ്. ദേവ വീണ്ടും ചിരിക്കുന്നു. എനിക്ക് എന്തെങ്കിലും പറ്റിയ നിന്റെ ഈ സാമ്രാജ്യത്തിന്റെ ഒരേ ഒരു അവകാശിയെ ഇനി നീ ഒരിക്കലും കാണില്ലെന്ന് ദേവ സൈമണോട് പറയുന്നു. ഈ സമയം സൈമൺ ദേവയെ വിടാനായിട്ട് അവന്റെ ആളുകളോട് പറയുന്നു. എന്നിട്ട് ദേവ സൈമന്റെ അടുത്തേക്ക് നടന്നു വരുമ്പോൾ ദേവയുടെ പഴയകാല ഫ്ലാഷ് ബാക്ക് സീൻസ് നെഗറ്റീവായിട്ട് കാണിക്കുന്നുണ്ട്. ദേവ സൈമണോട്, സൈമൺ ഇത് നിന്റെ സാമ്രാജ്യമായിരിക്കാം, പക്ഷെ ഈ ദേവ 30 വർഷങ്ങൾക്ക് മുന്നേ എങ്ങനെയായിരുന്നോ അങ്ങനെ തന്നെയാണ് ഇപ്പോഴും. ഇന്ന ദേവായെ പറ്റി തെരിച്ചതും ഏൻ കിട്ടേ വിളയാടിയെടുക്കുക എന്ന് പറഞ്ഞിട്ട് നേരത്തെ കുടിച്ച ബോട്ടിലുമായിട്ട് ദേവ പുറത്തേക്ക് നടക്കുമ്പോ സൈമൺ പിന്നിൽ നിന്ന്, ദേവ ഇതിവിടെ തീർന്നെന്ന് കരുതണ്ട, ഇനിയാണ് എല്ലാം തുടങ്ങാൻ പോകുന്നത്. നിന്റെ പഴയ കൂലിക്കൂട്ടത്തെ എല്ലാം ഞാൻ കയ്യാലെ മുടിച്ചിടും എന്ന് പറയുന്നു. അപ്പോൾ ദേവ ചിരിച്ചുകൊണ്ട് മുടിച്ചിടില്ലാമ എന്ന് പറഞ്ഞ് ആ വാതിലിന്റെ പുറത്തേക്ക് നടന്നു പോകുന്നു. ദേവ നടക്കുമ്പോൾ ദേവയുടെ പഴയ നെഗറ്റീവ് ഫ്ലാഷ് ബാക്ക് ജംപ് കട്ട് സീൻസ് ആയിട്ട് കാണിക്കുന്നുണ്ട്. സ്ക്രീനിന്റെ ഒരു സൈഡിൽ ഇപ്പോഴത്തെ ദേവയും മറ്റേ സൈഡിൽ പഴയകാല ദേവയും കാണിച്ചുകൊണ്ട് ഇന്റർവെല്ലിലേക്ക് പോകുന്നു. ഗൈസ്, ദേവയുടെ റീക്രിയേഷൻ പോലെ 2 പാർട്ടായിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളത്. ഇന്റർവെല്ല് വരെ ഉള്ളത് ഒരു പാർട്ടും ഇന്റർവെല്ലിന് ശേഷം ക്ലൈമാക്സ് വരെ ഉള്ളത് മറ്റൊരു പാർട്ടും. കാരണം എഴുതി വന്നപ്പോൾ കഥ നല്ല പോലെ ലെങ്തി ആയി. ഇന്റർവെല്ല് വരെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറും വേൾഡ് ബിൽഡിംഗും ഒക്കെ ആയിട്ടാണ് ഞാൻ ഫോക്കസ് ചെയ്തത്. ഈ വീഡിയോയുടെ പാർട്ട് 2 ഉടനെ ഉണ്ടാവും, കാത്തിരിക്കുക. അപ്പൊ ഇതുവരെ എങ്ങനെയുണ്ടെന്നുള്ള അഭിപ്രായം നിങ്ങൾ കമന്റിൽ പറയാൻ മറക്കരുത്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.